ബെന്നി ബെഹനാൻ MP നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബെന്നി ബെഹനാൻ, തിരക്ക് നിയന്ത്രിക്കാൻ കഴിയും, അതുകൊണ്ട് മദ്യത്തിനും ഡോർ ഡെലിവറി വേണം, നിങ്ങളുടെ വീട്ടിലേക്ക് മദ്യം എത്തിക്കാം എന്ന് ബെവ്കോ പറയുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ആശയത്തെ കാണുന്നത്? ഇതിന്റെ അകത്ത് ഈ ആശയത്തെ ഇന്ന് ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് പ്രയോജനമുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ലഹരി മുക്ത കേരളം എന്നത് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രതികരണം നടത്തുന്ന അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഈ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നതിനൊപ്പം ഏറ്റവും സുഗമമായി ലഹരികൾ വീട്ടിൽ ഡോർ ഡെലിവറി ആയിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ വളരെ വിചിത്രമാണ്. നമുക്കറിയാം, ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ കാര്യം ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റേഷൻ പോലും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാതെ റേഷൻ കടയിൽ കൊടുത്തിരിക്കുന്ന അതിന്റെ സോഫ്റ്റ്വെയർ പോലും പലപ്പോഴും ക്രമക്കേടുണ്ടായി ആളുകൾക്ക് റേഷൻ പോലും അരി പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ശ്രീ ബെന്നി ബെഹനാൻ, താങ്കൾ പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലായി. ലഹരി മുക്ത കേരളം, മദ്യവർജന പദ്ധതി. ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും ഈ ആളുകൾ മദ്യം വാങ്ങുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് മദ്യവിൽപ്പനയിലൂടെയാണ്. അതൊക്കെ ഒരു വസ്തുതയാണ്. അപ്പൊ ആളുകൾക്ക് ഈ ബെവ്കോയുടെ ഈ ക്യൂ നിൽക്കുക, ഇപ്പൊ പലർക്കും എത്രയോ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നു, തിക്കും തിരക്കുമാണ്, ആൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഒക്കെ ധരിച്ച് നിൽക്കേണ്ടി വരികയാണ്. അവിടെ ഒരു സൗകര്യം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് പറയുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ, ആളുകൾക്ക് വന്നാൽ കൂടുതൽ ആളുകൾ മദ്യം വാങ്ങാനും മദ്യം ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങുമെന്നുള്ളതാണോ താങ്കളുടെ കൺസേൺ? മദ്യപാനികൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കാന്നുള്ളൊരു ഒരു ഗവൺമെന്റ് പ്രയോജനം വരുന്നത്. ഇവിടെ റേഷൻ കടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് റേഷൻ പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. എന്തെല്ലാം അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നു, അതിനൊന്നും സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ മദ്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഏറ്റവും വലിയൊരു വരുമാനമായതുകൊണ്ട് ആ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് മദ്യം ഉപയോഗിക്കുന്നതിനുള്ള പ്രേരണയാണത്. ആ പ്രേരണയാണ് ഇല്ലാതാക്കുന്നത്. നമുക്ക് മദ്യം ഇല്ലാതാക്കണമെങ്കിൽ, ലഹരിമുക്ത കേരളം ഉണ്ടാക്കണമെങ്കിൽ ഇതിനെതിരായിട്ടുള്ള അവബോധം ഉണ്ടാക്കുന്നത് പകരം ഇത് പ്രോത്സാഹിപ്പിക്കത്തക്ക നടപടി സ്വീകരിക്കുന്നത് ഒരു ഗവൺമെന്റ് ഭൂഷണമല്ല. അതുകൊണ്ട് തികച്ചും ഇത്തരം നടപടികൾക്കല്ല ഗവൺമെന്റ് മുൻഗണന കൊടുക്കേണ്ടത്. നിത്യോപയോഗസാധനങ്ങൾ ന്യായമായ വിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകട്ടെ. അതല്ലാതെ മദ്യം കൃത്യമായി വീടുകളിൽ ഡോർ ഡെലിവറിയിലൂടെ എത്തിക്കുക എന്നതല്ല ഒരു ഗവൺമെന്റിന് മുൻഗണന കൊടുക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് മനസ്സിലായി. വളരെയധികം നന്ദി ശ്രീ ബെന്നി ബെഹനാൻ സംസാരിച്ചതിന്.